വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അങ്ങനെ അതങ്ങ് യാഥാർത്ഥ്യമാവുകയാണ് കേട്ടോ. നവകേരളം എന്ന സ്വപ്നം. ഐക്യ കേരളത്തിൻ്റെ 60-ാം ആണ്ടിൽ നവകേരള സ്വപ്നം വിരിഞ്ഞു വന്നത് എങ്ങനെയാണെന്ന് ഓർമ്മയില്ലേ? ഇതാ ഇങ്ങനെയാണ്. കേരളം ഇന്ന് വളരെ താല്പര്യത്തോടെയാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്. കാരണം ഐശ്വര്യപൂർണമായ നവകേരളം കെട്ടിപ്പടുക്കാൻ ഇവിടെ ഇന്ന് നിലവിലുള്ള സംവിധാനത്തിന് മാറ്റം വേണം എന്ന് ജനങ്ങളാകെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നവകേരള സൃഷ്ടിക്കായി സാധാരണയിൽ കവിഞ്ഞ താൽപ്പര്യത്തോടെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാകും എന്നതാണ് കാലത്ത് തന്നെ ഈ ബൂത്തുകളിലൊക്കെയുള്ള ക്യൂ കാണിക്കുന്നത്. ഇത് കേരളത്തിലാകെയുള്ള ദൃശ്യമായിരിക്കും. എങ്കിലും ഈ ഘട്ടത്തിൽ പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും, നവ വോട്ടർമാരും പ്രായമുള്ളവരും വോട്ട് ചെയ്യുന്നതിന് സാധാരണഗതിയിൽ എത്തിച്ചേരാൻ പ്രയാസമുള്ളവരും എല്ലാം ഈ തെരഞ്ഞെടുപ്പ് അതീവ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണെന്ന് മനസ്സിലാക്കി പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യണം എന്നാണ് ഈ ഘട്ടത്തിൽ പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ആ അഭ്യർത്ഥന കേട്ട് ജനങ്ങൾ കൂട്ടം കൂട്ടമായി വോട്ട് ചെയ്തു. അതിൻ്റെ ഫലം എക്സിറ്റ് പോളായും കണക്ക് പുസ്തകമായുമെല്ലാം ഏതാണ്ടൊക്കെ പുറത്തു വന്നു കഴിഞ്ഞല്ലോ. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് UDF വലിയ തോതിൽ നിഷ്കാസനം ചെയ്യപ്പെടും. എന്നാൽ എക്സിറ്റ് പോൾ അല്ല പോൾ എന്നാണ് നല്ലവണ്ണം എണ്ണിപ്പരിചയമുള്ളവർ പറയുന്നത്. എക്സിറ്റ് പോളിൻ്റെ കൗണ്ടിംഗ് അല്ല നാളെ നടക്കുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്ത മെഷീൻ വെച്ചിട്ടാണ് നാളെ കൗണ്ടിംഗ് നടക്കുന്നത്. ആ കൗണ്ടിങ്ങിൽ UDF ജയിക്കും. എന്നാലോ ജനങ്ങൾ ചെയ്ത വോട്ട് എണ്ണുന്നതിന് മുൻപ് അതിൻ്റെ പിതൃത്വം സംബന്ധിച്ച് സംശയം ഉയർന്നു കഴിഞ്ഞു. അത് യഥാർത്ഥ വോട്ടുകളല്ല, കള്ള വോട്ടുകളാണ് എന്ന് ആദ്യം പറഞ്ഞത് കണ്ണൂർ DCC പ്രസിഡന്റാണ്. അദ്ദേഹം അതിന് തെളിവും സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കള്ളവോട്ട് നടന്നിട്ടുണ്ട്. CPM കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് കള്ളവോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇത്രയേറെ ശക്തമായ നിലപാടുകൾ, കേന്ദ്രസേന, പോലീസിൻ്റെ സംവിധാനങ്ങൾ, ജില്ലാ കളക്ടറുടെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഡയറക്ഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യൽ, ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടായപ്പം കണ്ണൂർ ജില്ലയിൽ കള്ളവോട്ടുണ്ടാവില്ല എന്നാണ് ഞങ്ങളെല്ലാം കരുതിയത്. പക്ഷേ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് CPM കള്ളവോട്ട് യഥേഷ്ടം ചെയ്തു എന്നതാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന ചിത്രങ്ങൾ തന്നെ അത് ഓരോ ബൂത്തിലും വെച്ചിരിക്കുന്ന ക്യാമറയിൽ നിന്ന് പകർത്തിയതാണ്. വെബ്കാമിൽ നിന്ന് വന്നിരിക്കുന്ന ചിത്രങ്ങളാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കള്ളവോട്ട് യഥാർത്ഥത്തിൽ നടന്നു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ്. ഏത് മണ്ഡലത്തിലെ കഥയാണ് കണ്ണൂർ DCC പ്രസിഡന്റായ K. സുരേന്ദ്രൻ കഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ.
അതും എവിടെയാണ്? പിണറായി പഞ്ചായത്തിലാണ്. ആരാണ് അവിടുത്തെ സ്ഥാനാർത്ഥി? ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന നിലയിലുള്ള ശ്രീ പിണറായി വിജയൻ മത്സരിക്കുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്തിൽ കള്ളവോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാതെ, അദ്ദേഹം ആവശ്യപ്പെടാതെ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമില്ലാതെ ഇത്തരം ഒരു കള്ളവോട്ട് അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ നടക്കില്ല. ഇവിടെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് വേണ്ടി വരും. ഈ സുരേന്ദ്രൻ കണ്ണൂരിലെ DCC പ്രസിഡന്റായി വരുന്നതിന് മുൻപ് ആ ജില്ലയിലെ DCC പ്രസിഡന്റ് ആരായിരുന്നു എന്നറിയാമല്ലോ? സാക്ഷാൽ K. സുധാകരൻ. ഇപ്പോൾ തൽക്കാലം മത്സരിക്കുന്നതിന് വേണ്ടി കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിലും കണ്ണൂരിലെ കോൺഗ്രസ് കോട്ട കാക്കുന്ന ഭൂതം സുധാകരൻ തന്നെയാണ്. CPM-ഓട് വിട്ടുവീഴ്ചയില്ലാത്ത നടപടി കൊണ്ടല്ലാതെ കോൺഗ്രസിനെ കണ്ണൂർ നിലനിർത്താൻ സാധിക്കില്ല. CPM-ന്റെ B ടീമായിട്ടൊന്നും കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളർത്താൻ കണ്ണൂർ ജില്ലക്ക് ഒരിക്കലും സാധിക്കില്ല. കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകന്മാർ ഇഞ്ചോടിഞ്ച് ചോരയും നീരും കൊടുത്തും ജീവൻ കൊടുത്തുക CPM-നെതിരെ ഫൈറ്റ് ചെയ്ത് പാർട്ടി ഉണ്ടാക്കി വെക്കുന്നത്. 2 MLA-മാർ മാത്രം ജയിച്ച കണ്ണൂരിൽ നിന്ന് 5 MLA-മാർ UDF-നുണ്ടെന്ന് ഓർക്കണം. ആ വളർച്ച CPM-മായി സന്ധി ചെയ്തിട്ടല്ല, CPM-മായി ഫൈറ്റ് ചെയ്തിട്ടാണ്. അത് സന്ധിയില്ലാത്ത പോരാട്ടം തന്നെയാണ് CPM-ഓട് അന്നും ഇന്നും എന്നും. എങ്കിലേ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നിലനിൽക്കാൻ സാധിക്കൂ. ഞാൻ ഇപ്പോഴും നേതൃത്വം കൊടുക്കുന്നു അതിന്. കേട്ടല്ലോ, സുധാകരേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ. കണ്ണൂരിലെ കോൺഗ്രസ് പടയ്ക്ക് ഇപ്പോഴും നേതൃത്വം കൊടുക്കുന്നത് താൻ തന്നെയാണ് എന്ന്. ഏതാണ്ട് 1-2 ആഴ്ച മുൻപ് ദുബായിൽ വെച്ചാണ് അദ്ദേഹം ഈ പറഞ്ഞത്. ഇതിൽ തന്നെയാണ് കഥയുടെ ആത്മാവ് കിടക്കുന്നത്. ഒരിടവേള കഴിയട്ടെ, അതിലേക്കൊന്ന് ടോർച്ചടിച്ചു നോക്കാം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മണ്ഡലങ്ങളിൽ CPM വിജയിച്ചു വരുന്നത് എങ്ങനെയാണ് എന്ന് തെളിയിക്കാൻ സുധാകരന് എന്നും ഒരു സിദ്ധാന്തമുണ്ട്. മരിച്ചവരും ജീവിച്ചിരിക്കാത്ത മരിച്ചവരും സ്ഥലത്തില്ലാത്തവരും ഒക്കെ വോട്ട് ചെയ്യുന്ന, കള്ളവോട്ട് ചെയ്യുന്ന ഇടതുപക്ഷത്തിൻ്റെ പാർട്ടി ഗ്രാമങ്ങളിൽ ആ വോട്ടിൻ്റെ വർധനവ് സ്വാഭാവികമായും ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനതയിലേക്ക് ഈ നിയോജക മണ്ഡലത്തെ കൈമാറ്റം ചെയ്യുകയാണ്. അതിനാൽ താൻ മത്സരിക്കുന്ന കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഇരട്ട തന്ത്രവുമായാണ് സുധാകരൻ കളത്തിലിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചു, UDF-ന്റെ സമ്പൂർണ്ണമായ വോട്ടുകൾ ഉപയോഗപ്പെടുത്തണം. ഇടതുപക്ഷത്തിൻ്റെ കള്ളവോട്ട് നിയന്ത്രിക്കാൻ സാധിക്കണം. ഈ 2 രാഷ്ട്രീയ സ്ട്രാറ്റജി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ആ തന്ത്രങ്ങൾ നടപ്പാക്കാൻ എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ ചെയ്തു എന്നുകൂടി അറിയണം. എന്നാലേ കഥ സുഗമമായി മുന്നോട്ട് പോകൂ. ഞങ്ങൾക്ക് ഇവിടെ പോളിംഗ് ബൂത്തിൽ ബാരിക്കേഡ് കെട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാരിക്കേഡ് എൻട്രിയിൽ നിന്ന് ID കാർഡ് പരിശോധിച്ച് അകത്ത് വോട്ടർമാരെ കടത്താവൂ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിനി ഒബ്സർവർ വെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെബ് ക്യാമറയും വീഡിയോ ക്യാമറയും വെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വെച്ച് ഞങ്ങൾ കോടതിയിലേക്ക് പോകാൻ പോകാൻ അടുത്ത ദിവസം. പരമാവധി കള്ളവോട്ട് ഒഴിവാക്കിയെടുക്കാനുള്ള ശ്രമം, അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകന്മാർക്ക് കൊടുക്കുന്ന ആത്മവീര്യം, പാർട്ടി എന്ത് പ്രശ്നമുണ്ടായാലും ബൂത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ല എന്നൊക്കെ പാർട്ടി പ്രവർത്തകന്മാർക്ക് നിർദ്ദേശം കൊടുത്ത് വൈകുന്നേരം 5 മണി വരെ പോളിംഗ് കഴിയുന്നത് വരെ ബൂത്ത് ഏജന്റുമാരെ ഇരുത്താനുമുള്ള നടപടിയാണ് കോൺഗ്രസ് അവിടെ കൈക്കൊള്ളാൻ പോകുന്നത്. എങ്ങനെയാണ് പോളിംഗ് ബൂത്തിൽ വെബ് ക്യാമറ വന്നത് എന്ന് മനസ്സിലായല്ലോ. ഇതൊക്കെ തന്നെയായിരുന്നു BJP-യും പറഞ്ഞത്. കള്ളവോട്ടിന് പുറമെ ആക്രമവും നടക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കേന്ദ്രസേന വന്നത്. എന്തൊക്കെ വന്നിട്ടെന്താ, വോട്ട് ചെയ്യേണ്ടവർ അത് ചെയ്തു. എൻ്റെ കയ്യിലുള്ള ഈ ചിത്രം എന്ന് പറയുന്നത് പിണറായി പഞ്ചായത്തിലെ ചില ബൂത്തുകളിൽ വോട്ട് ചെയ്തതാണ്. പിണറായി പഞ്ചായത്തിലെ ചില ബൂത്തുകളിൽ ആളുകൾ വോട്ട് ചെയ്തു. അവർ വോട്ട് ചെയ്ത ബൂത്ത് നമ്പർ, അവരുടെ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ, അതിന് തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്നത് അവർ രണ്ടാമത് വോട്ട് ചെയ്ത ബൂത്ത് നമ്പർ, അതിൻ്റെ സമയം, അവർ ആരാണ് എന്നതിനെ പോലും. പഞ്ചായത്ത് മെമ്പറുണ്ട് കള്ളവോട്ട് ചെയ്തതിൽ, ഒരു വനിത, ഒരു കൊലക്കേസിലെ പ്രതിയുണ്ട് കള്ളവോട്ട് ചെയ്തതിൽ, ഒരു BLA-യുടെ മകനുണ്ട് കള്ളവോട്ട് ചെയ്തതിൽ. അങ്ങനെ കള്ളവോട്ട് ചെയ്തേ മതിയാകൂ, അല്ലെങ്കിൽ ഒരു ശരിയാവില്ല എന്നുള്ളൊരു ഫീലിംഗ്. ഇതൊരു കുലത്തൊഴിൽ പോലെ, പരമ്പരാഗതമായി കിട്ടിയിരിക്കുന്ന ഒരു അവകാശം പോലെ കള്ളവോട്ട് ചെയ്യുക, അക്രമം കാണിക്കുക എന്നത് CPM ഒരു മുറയാക്കി എടുത്തിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഈ കള്ളവോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ വെളിയിൽ വന്നതോടുകൂടി ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, കണ്ണൂർ ജില്ലയിൽ പല ബൂത്തുകളിലും കള്ളവോട്ട് നടന്നിട്ടുണ്ട്. ആ ബൂത്തുകളിലെ ദൃശ്യങ്ങളെല്ലാം ഒന്ന് വെളിപ്പെടുത്തണം. നമ്മളിത് വെറുതെ മാറ്റി വെച്ചിട്ട് കാര്യമില്ല. ട്രഷറിയിലെ ലോക്കറിൽ ഇത് വെച്ചുകൊണ്ട് കാര്യമില്ല. ജനം കാണണം.
ഇത്രയേറെ ആളുകൾ രണ്ടാമത് വോട്ട് ചെയ്തവർ ആരാണ് ഈ കള്ളന്മാർ എന്ന് ലോകം അറിയട്ടെ, ജനങ്ങൾ കാണട്ടെ. കള്ളവോട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അവർ തന്നെ പറയട്ടെ. DCC പ്രസിഡന്റ് പറഞ്ഞത് കേട്ടല്ലോ. ബൂത്തുകളിലെ വെബ് ക്യാമറയിൽ തെളിഞ്ഞ ദൃശ്യങ്ങൾ ജില്ലാ കലക്ടറുടെ ഉത്തരവാദിത്തത്തിൽ ട്രഷറിയിൽ സൂക്ഷിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന്. KPCC പ്രസിഡന്റാണെങ്കിൽ അതൊന്ന് വ്യാഖ്യാനിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ക്യാമറയിൽ വന്ന കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. അതുകൊണ്ട് വളരെ ഗുരുതരമാണ്. കേരളത്തിൽ നടക്കുന്ന കാര്യം കണ്ണൂർ പോലുള്ള പ്രദേശങ്ങളിൽ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറച്ചുകൂടി കാര്യങ്ങൾ സജ്ജമാക്കിയത് കൊണ്ടാണ് ഇത് പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷയം അതീവ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യണം. CPIM നേതാക്കൾ ചോദിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ബൂത്ത് നിന്ന് ക്യാമറയിൽ പിടിക്കുന്ന കാര്യങ്ങൾ കലക്ടറുടെ മുന്നിലാണ് ഈ ദൃശ്യങ്ങളെല്ലാം വരിക, മറ്റെവിടെയും വരില്ല. അപ്പോൾ കലക്ടറുടെ മുന്നിൽ വന്നിട്ടുള്ള ദൃശ്യങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് ചാനലിൽ വരില്ലല്ലോ, വരാൻ സാധിക്കുന്നതല്ലല്ലോ. അപ്പോൾ കള്ള ദൃശ്യങ്ങളാണ്. കലക്ടറുടെ കസ്റ്റഡിയിലുള്ള ദൃശ്യങ്ങൾ വെബ്കാസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കയ്യിലുള്ള ദൃശ്യങ്ങളാണെന്ന് പറഞ്ഞ് ഇവർ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സോഴ്സ് എങ്ങനെയാണ്, എവിടെ നിന്നാണ് അവർക്കത് ലഭിച്ചത്, അത് പറയണ്ടേ? കലക്ടർ പറയുന്നു, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറയുന്നു, അങ്ങനെ ഒരു ദൃശ്യവും പുറത്തു കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇല്ലാത്ത ദൃശ്യമാണെന്ന് വ്യക്തമല്ലേ? DCC പ്രസിഡന്റ് പറയുന്നു താൻ ഇത് കണ്ടത് ദൃശ്യമാധ്യമങ്ങളിലാണ് എന്ന്. ദൃശ്യമാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന ചിത്രങ്ങൾ തന്നെ അത് ഓരോ ബൂത്തിലും വെച്ചിരിക്കുന്ന ക്യാമറയിൽ നിന്ന് പകർത്തിയതാണ്. വെബ്കാമിൽ നിന്ന് വന്നിരിക്കുന്ന ചിത്രങ്ങളാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കള്ളവോട്ട് യഥാർത്ഥത്തിൽ നടന്നു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ്. CPM നേതാക്കന്മാർക്ക് എത്ര കണ്ട് ബോധ്യപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്നാൽ CPIM നേതാക്കൾക്ക് ബോധ്യപ്പെട്ടത് ഇതാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ആ ദൃശ്യങ്ങളൊന്നും വ്യക്തമല്ല. ആ ദൃശ്യങ്ങളിൽ ഒരാളെയും തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നില്ല. ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള മാധ്യമത്തിൻ്റെ റിപ്പോർട്ടർ പറയുന്നത്, ആ പ്രത്യേക മാധ്യമത്തിൻ്റെ റിപ്പോർട്ടർ പറയുന്നത് എല്ലാവരും CPMൻ്റെ പ്രവർത്തകർ ഉപയോഗിക്കുന്ന പോലുള്ള ചുവന്ന നിറത്തിലുള്ള ഡ്രസ്സാണ് ധരിച്ചിട്ടുള്ളതെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തൊരു അബദ്ധം ഇത്! ചുവന്ന ഡ്രസ്സ് ധരിച്ചിട്ട് ഇന്നയാളാണ് വോട്ട് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി സാധിക്കുമോ? പരമ അബദ്ധം ഇങ്ങനെ വാർത്തയായിട്ട് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. UDFകാർ പറയുന്നത്, UDFൻ്റെ സ്ഥാനാർത്ഥി പറയുന്ന കാര്യങ്ങൾ അതേപടി ഏറ്റുപാടുകയാണ്. കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ ഏറ്റുപാടുകയാണ് ദൗർഭാഗ്യവശാൽ ഈ ചാനലിൻ്റെ റിപ്പോർട്ടർ ചെയ്തിട്ടുള്ളത് എന്നത് വളരെ വ്യക്തമാണ്. കഥ തീർന്നപ്പോൾ കാളിദാസനുണ്ടായ സംശയം തന്നെയാണ് പൊളിമിക്സിനും ഉണ്ടായത്. ശകുന്തള മാൻപേടയിൽ നിന്ന് പഠിച്ചതാണോ, മാൻപേട ശകുന്തളയിൽ നിന്ന് പഠിച്ചതാണോ എന്ന് ചോദിച്ചതുപോലെ ദൃശ്യങ്ങൾ കോൺഗ്രസ് സംഘടിപ്പിച്ച് മാധ്യമങ്ങൾക്ക് കൊടുത്തതാണോ, മാധ്യമങ്ങൾ സംഘടിപ്പിച്ച് കോൺഗ്രസിന് കൊടുത്തതാണോ എന്ന് മനസ്സിലാകാത്തതിനാൽ പൊളിമിക്സ് ഒരിടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ കാളിദാസനെ വെല്ലുന്ന പ്രവാചകന്മാരെ കാണാം. കള്ളവോട്ടാണെങ്കിലും നല്ല വോട്ടാണെങ്കിലും സംഗതി എണ്ണാൻ പോവുകയാണല്ലോ. എന്നാലും ഏതാനും മണിക്കൂറുകൾ കൂടി കാത്തിരിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് വേണ്ടി പൊളിമിക്സ് അതിൻ്റെ ഫലങ്ങൾ ഇപ്പോൾ തന്നെ വെളിപ്പെടുത്തുകയാണ്. പൊളിമിക്സ് ഒറ്റക്കല്ല കേട്ടോ, നല്ല എണ്ണൽ വിദഗ്ധർ കൂടെയുണ്ട്. UDFന് കഴിഞ്ഞ, അതായത് നിലവിലുള്ള ഗവൺമെൻറ്റിൽ ഉള്ള ഭൂരിപക്ഷത്തെക്കാളും കൂടുതലായി സീറ്റ് കിട്ടും എന്ന് ബോധ്യപ്പെടാവുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ 72 സീറ്റിൻ്റെ ഭൂരിപക്ഷമായിരുന്നെങ്കിൽ, 72 സീറ്റാണ് ഉണ്ടായിരുന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും എന്ന് ഉത്തമ ബോധ്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ബോധ്യം എന്നുകൂടി പറഞ്ഞാൽ നന്നായിരുന്നു പ്രസിഡന്റേ. ഞങ്ങളുടെ ആ വിലയിരുത്തൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ വശങ്ങളും പരിശോധിച്ച് അതിൻ്റെ എല്ലാ സാധ്യതകളും വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു അന്തിമ വിലയിരുത്തലായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അതുകൊണ്ട് UDF ജയിക്കും, UDF ഭരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 72-ൽ കൂടുതൽ എത്ര എന്നുകൂടി പറഞ്ഞാൽ എണ്ണി സമയം കളയാതെ സഭ അങ്ങ് കൂടാമായിരുന്നു. അല്ല, അത് ഞങ്ങൾ കൊണ്ട് ചില സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം
എങ്ങോട്ട് വേണമെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അത് പക്ഷേ UDF അനുകൂലമായി കിട്ടാനാണ് സാധ്യത. അതുകൊണ്ട് ഞങ്ങളത് കണക്കാക്കുന്നില്ല. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, നേരത്തെയുള്ള 72-നേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഈ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ഞങ്ങൾ എന്നെങ്ങനെ മനസ്സിലാകും സാർ? ഇന്ന് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല എന്നിവരുമായി തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയിരുന്നു. ഞങ്ങൾ ഓരോ നിയോജകമണ്ഡലവുമായി നടത്തിയ വിലയിരുത്തലിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട്, ആവർത്തിച്ച് വ്യക്തമായിട്ടുണ്ട്. UDFന്റെ ഒടുവിലത്തെ മാനസിക നില ഇതാണ്: എണ്ണുമ്പോൾ എത്ര കിട്ടിയാലും ശരി, അതിൽ 72-ൽ കൂടുതൽ അവർക്കായിരിക്കും. അതിൽ കുറക്കാൻ അവർ തയ്യാറാവില്ല. ഇതെല്ലാം സ്പോർട്സ്മാൻ ഷർട്ടോടെ എടുക്കുന്ന ഒരാളാണ് LDFന്റെ സാധ്യതകൾ വിശകലനം ചെയ്യുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ അധികാരത്തിൽ വരും. 72-ലധികം സീറ്റ് UDFന് കിട്ടുമെന്നും ഭരണത്തുടർച്ച ഉണ്ടാകുമെന്നും UDF നേതാക്കൾ ഇന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അർത്ഥശൂന്യമായ അഭിപ്രായങ്ങളാണതെല്ലാം. അപ്പോൾ BJP BDJ സഖ്യത്തിന്റെ ആളുകൾ വേറെ ചിലതൊക്കെ പറയുന്നുണ്ടല്ലോ. അവരെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും കോൺഗ്രസുമായിട്ട് പരസ്പര ധാരണയോട് കൂടിയിട്ട് പോവുകയായിരുന്നല്ലോ തെരഞ്ഞെടുപ്പിലുണ്ടായത്. അത് തന്നെയായിരിക്കും അവരുടെ നിലപാട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി ആരായിരിക്കും സഖാവേ? ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും ആരായിരിക്കണം എന്ന്. പക്ഷേ ഇതു സംബന്ധിച്ച് പാർട്ടിക്ക് പുറത്തും ജനങ്ങൾക്കിടയിലുമെല്ലാം ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ. അതെല്ലാം സ്വാഭാവികമായിട്ട് നടക്കുന്ന ചർച്ചകളാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ആണ് ചോദ്യമെങ്കിൽ അത് പാർട്ടി തീരുമാനിച്ചാൽ മാത്രമേ ഞാൻ ആ ചുമതലയൊക്കെ ഏറ്റെടുക്കൂ. പാർട്ടി തീരുമാനിച്ചാൽ മാത്രമേ അങ്ങ് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കൂ എന്നത് പാർട്ടി ലൈൻ. പക്ഷേ പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടും എന്ന് പറയാമോ? അതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വേർതിരിച്ച് ആർക്ക് പിന്നെ അവർക്ക് എത്ര കുട്ടികളുണ്ടെന്ന് വരെ ചോദിക്കാൻ യുക്തി ബോധം ഇല്ലാത്ത ആളുകൾ ചോദിക്കരുത്. അതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ഓരോ ചോദ്യത്തിനെല്ലാം മറുപടി പറഞ്ഞു കഴിഞ്ഞു. എല്ലാം ശരിയാകും എന്ന് കേട്ടപ്പോൾ ഇത്രത്തോളമാകും എന്ന് പൊളിമിക്സ് കരുതിയതല്ല. യുക്തിബോധമില്ലാതെ ഇനി ഒന്നും ശരിയാകുമെന്ന് തോന്നുന്നില്ല. UDF ഭരണത്തിൽ തുടരുമെന്നും LDF ഭരണത്തിൽ വരുമെന്നുമുള്ള വാശിയിലാണ്. മൂന്നാമതൊരു മുന്നണി ബാക്കിയുണ്ട്. ഭാഗ്യത്തിന് അവർക്ക് ഭരണത്തിൽ വരണമെന്ന വാശിയില്ല. നിയമസഭയിൽ കയറിയിരിക്കാൻ സീറ്റ് കിട്ടിയാൽ മതി. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും NDA സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുന്നുണ്ട്. ഈ NDAയുടെ രൂപീകരണമൊന്നും ഉണ്ടായ വളരെ കുറച്ച് നാളെയായിട്ടുള്ളൂ. പ്രത്യേകിച്ചും BDJS ഉണ്ടായിട്ട് 3-3.5 മാസമായുള്ളൂ. ആ NDAയുടെ ഒരു ഘടകകക്ഷിയായി BDJS കൂടെ ചേർന്നപ്പോൾ ഏറെ പ്രസക്തി ആ മുന്നണിക്കുണ്ടായി. ഏതാണ്ട് 11ഓളം ചെറുതും വലുതുമായ കക്ഷികൾ ചേർന്നിട്ടാണ് NDA രൂപപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ മൂന്നാമത്തെ ശക്തമായ ഒരു മുന്നണിയാണ് NDA എന്ന് തെളിയിച്ചു കഴിഞ്ഞു. വോട്ടെണ്ണപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അവഗണിക്കാനൊക്കാത്ത ഒരു വലിയൊരു ശക്തിയായി നല്ലൊരു പെർസെൻറ്റേജ് വോട്ട് ഈ NDA സഖ്യത്തിന് കിട്ടിയിരിക്കും. യാതൊരു സംശയം വേണ്ട. അതിൽ സംശയമില്ല മുതലാളി. നല്ലൊരു ശതമാനം വോട്ട് കിട്ടിയേക്കും. പക്ഷേ സീറ്റ് എത്ര കിട്ടുമെന്ന് പറയൂ. സീറ്റ് എന്ന് പറയുന്നത് സാങ്കേതികമാണ്. കാരണം ത്രികോണ മത്സരവും അതിന് കൂടുതലുള്ള ആളുകളിൽ നിന്ന് മത്സരിക്കുമ്പോൾ അതെല്ലാം ത്രികോണ മത്സരം വരുമ്പോൾ വോട്ടിനെ ഡിവൈഡ് ചെയ്ത് പോകും. ഇപ്പം ചിലപ്പോൾ ഈ ഭൂരിപക്ഷം കിട്ടാത്തവനായിരിക്കും ചിലപ്പോൾ ഭരിക്കാൻ പോണത്. ഭൂരിപക്ഷം ഉള്ള ആളുകൾ കിട്ടിയവരെല്ലാം പുറത്തായിരിക്കും. സാങ്കേതികമായി ഭരണം പലർക്കും കിട്ടിയേക്കാം. അപ്പോഴും വോട്ട് കിട്ടിയ ആളുകൾ പലരും ശക്തമായ വോട്ട് കിട്ടിയ
NDA-ക്കുള്ള ആളുകൾക്ക് ഒരുപാട് സീറ്റ് അല്ല ഇവിടെ പ്രശ്നം. ഞാൻ കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ NDA സഖ്യത്തിന് സാങ്കേതികമായി കിട്ടിയതിനേക്കാൾ എത്രയോ ഇരട്ടി വോട്ട് നേടും. അത് നേടുക എന്നുള്ളതാണ് ലക്ഷ്യം. ഒരു 20% നേടാൻ സാധിച്ചാൽ അത് അത്ഭുതകരമായിരിക്കും. അങ്ങനെ ആ 20% നേടിയാൽ കേരള രാഷ്ട്രീയത്തെ നയിക്കാൻ നോക്കുന്ന ഒരു വലിയൊരു ശക്തിയായിട്ട് ഭാവിയിൽ വളർന്നു വരാനുള്ള എല്ലാ സാധ്യതയും ഈ NDA മുന്നണിക്കുണ്ടാകും, BDJS ഉണ്ടാകും. അതാണ് ലക്ഷ്യം. സീറ്റ് എന്നുള്ളത് ഒരു സാങ്കേതികമാണ്. അപ്പോൾ നിയമസഭയിൽ സീറ്റ് നേടുക എന്നതായിരുന്നില്ലേ NDAയുടെ ലക്ഷ്യം? പക്ഷെ ആ സീറ്റിനേക്കാൾ ഉപരി ടോട്ടൽ വോട്ടിന്റെ എത്ര പെർസെന്റേജ് NDA സഖ്യത്തിന് കിട്ടി എന്നുള്ളതാണ് എന്നെ കൂട്ടുള്ളവർ കണക്കൂട്ടുന്നത്. അതല്ല, സീറ്റ് നേടി നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ട് ഇപ്പോൾ സീറ്റ് ഒഴിവാക്കി ശതമാനക്കണക്കിലേക്ക് മാറിയത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ വോട്ടിന്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ പലയിടത്തും വെച്ചുമാറൽ നടന്നിട്ടുണ്ട്. അതാണ് ഒരു പ്രത്യേകത. ആ വെച്ചുമാറൽ എവിടേക്ക് നടന്നു എന്നുള്ളത് വോട്ടെണ്ണി കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ഓരോ ബൂത്തിൽ നമുക്ക് കണക്ക് കിട്ടുമല്ലോ, അതിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. വെച്ചുമാറൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. ജയിക്കുമെന്ന് തോന്നുന്നതിന് മറ്റുള്ളവർ കൺസോൾട്ടേറ്റ് ചെയ്ത് വന്ന് ആ അവനെ തോൽപ്പിക്കാൻ രണ്ടാമത് ജയിക്കാൻ നിൽക്കുന്നവർക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. അത് ബോധ്യമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബൂത്ത് ബേസിൽ കിട്ടുമ്പോൾ ചിലയിടത്തെല്ലാം ന്യൂനപക്ഷങ്ങളുടെ കൺസോൾട്ടേഷൻ, അവർക്ക് താല്പര്യമില്ലാത്തവരെ ജയിപ്പിക്കാൻ വേണ്ടി അത് ഇടതെന്നോ വലതെന്നോ നോക്കാതെ, കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ നോക്കാതെ വോട്ട് കൊടുത്തിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് NDAയോട് താല്പര്യമില്ല എന്നാണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി അത് മാറ്റിയെടുക്കുകയും എല്ലാ ജനങ്ങളെയും വിശ്വാസത്തിലെടുക്കും വിധം സ്വന്തം രാഷ്ട്രീയ നിലപാട് പരുവപ്പെടുത്തുകയുമല്ലേ വേണ്ടത് എന്നൊരു സന്ദേഹം പൊളിമിക്സിനുണ്ട്. അതുള്ളപ്പോഴും നടേശൻ മുതലാളിയുടെ വിശകലന പാടവത്തിന് ഒരു വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പൊളിമിക്സ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വഴിമുട്ടിയില്ലെങ്കിൽ എണ്ണി വന്നിട്ട് എല്ലാം ശരിയാക്കാം. നന്ദി, നമസ്കാരം.